ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ അനൗൺസ് ചെയ്യുന്നു, ലൈക്ക് സെൽഫ് ലവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി വേറെ ആരെയും ആഡ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഓക്കെ, സോ ക്ലാസ് സ്റ്റാർട്ടായി ആൻഡ് ഞാൻ കുറച്ച് ബിസി ആയിട്ട് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു റീഡിങ് ആയിരുന്നുള്ളൂ, ഗൈഡൻസ് മാത്രം. ഓക്കെ, നിങ്ങളുടെ എനർജിയും അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ. ഓക്കെ, കുറച്ച് വേറെ ചിലതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്, 2025 ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ്. 2025 ആവുന്നതിന് മുമ്പ് നോക്കട്ടെ, ഫ്രീ ആകുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇന്നിപ്പോൾ നിങ്ങളുടെ എനർജി എന്താണ് ആൻഡ് നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സിന് എന്താ വരുന്നത് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും, എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? 2 of Swords, 9 of Cups, King of Cups, 3 of Wands, King of Pentacles. Wow. Justice. ഓക്കെ, ഇവിടെ ആദ്യം കാണുന്ന കാര്യം, നിങ്ങളൊരു ചോയ്സ് എടുക്കാനുണ്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ഫേസ് ചെയ്യും. ഓക്കെ, അത് എന്താണ് വേണ്ടത് എന്നുള്ളത്. ഇതിവിടെ ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡും നിങ്ങളുടെ ഇമോഷണൽ സൈഡും, കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെഡിക്കൽസും ആണ് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒന്ന് നമ്മൾ വളരെയധികം ഇമോഷണലി ചിന്തിക്കുന്ന കാര്യം, ഒന്ന് നമ്മൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹം ഒന്നായിരിക്കാം. ഓക്കെ, ബട്ട് പ്രാക്ടിക്കൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വേണ്ട ഒരു ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങുമായിട്ട് നല്ല മാച്ച് ഉണ്ട് അല്ലേ? ഓക്കെ, തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇമോഷണലായിട്ട് ചിന്തിക്കണോ അതോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണോ എന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ ആയിരിക്കാം കൺഫ്യൂഷൻ ഇവിടെ കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് യെസ്, ഇന്നലെ ഓൾമോസ്റ്റ് സെയിം എനർജി ആണെന്നല്ലേ കണ്ടത്. എനിക്ക് അതേതാണ് പിക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, വേറെ ഓക്കെ അധികം സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ നിങ്ങൾ പ്ലാനിങ് ചെയ്യാം. ഓക്കെ, പ്ലാനിങ് ചെയ്യാമെന്ന് മാത്രമല്ല, ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ രണ്ട് സിറ്റുവേഷൻ, ഇപ്പോൾ സപ്പോസ് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കാര്യം, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടുള്ള കാര്യം, അത് തമ്മിൽ നിങ്ങളൊന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാം, നിങ്ങൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് നോക്കാം. പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എഴുതി നോക്കാം, ബുക്കിൽ എഴുതാതെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഈ കാര്യം ചെയ്താൽ എന്തൊക്കെയായിരിക്കും, ഈ കാര്യം ചെയ്താൽ എന്തൊക്കെയായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് വെച്ചിട്ട് ചിന്തിച്ച് നോക്കാം. ഓക്കെ, എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുവേണ്ടി പ്ലാനിങ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. ബട്ട് ഇതെന്തോ നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതായിട്ടാണ് പറയുന്നത്. വിഷ് ഫുൾഫിൽ ആവുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കും. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നു. നിങ്ങൾ കുറേ ആയിട്ട് മേ ബി പ്ലാനിങ് ഓൾറെഡി ചെയ്യുന്നുണ്ടാവും. ബട്ട് ഇപ്പോൾ മേ ബി ഒരു സമയത്തുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ, ഓക്കെ ഞാനിത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ, ഓക്കെ ഇത് ശരിയാണോ അല്ലേ എന്നൊക്കെയുള്ള ചില ചിന്തകൾ വരുമല്ലോ, കൺഫ്യൂഷൻ വരുമല്ലോ, അതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ശരി കേട്ടോ, നിങ്ങളുടെ അവസാനം നിങ്ങളുടെ വിഷയിലേക്ക് എത്തിക്കും. അതിപ്പോൾ നമ്മൾ ഒരല്പം എന്താ പറയുക, ഈ ചോയ്സ് ഇപ്പോൾ ഈ വഴി സപ്പോസ് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ വഴി തിരഞ്ഞെടുത്താൽ അത് തെറ്റാണെങ്കിൽ, ഓക്കെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഇൻ കേസ് അങ്ങനെ തെറ്റാണെങ്കിൽ തന്നെ അവിടെ ചില ലെസൺസ് നിങ്ങൾ പഠിക്കാനുണ്ടാവും. കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് എത്തും, പേടിക്കണ്ട. ഓക്കെ, യൂണിവേഴ്സ് അങ്ങനെ എത്തിച്ചോളൂ നിങ്ങളെ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ചോയ്സ് എടുത്തു, ഓക്കെ നിങ്ങൾ ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് എത്തിക്കോളും. ഓക്കെ, ചില ലെസനൊക്കെ പഠിച്ചു, പക്ഷെ കുറച്ച് നമ്മൾ ലേറ്റ് ആവുന്നു മാത്രം, അത്രയേ ഉള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബട്ട് ഫൈനലി നിങ്ങൾ എത്താൻ പോകുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ നമ്മൾ വെറുതെ ആണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടി ഓവർ തിങ്കിങ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ലൈക്ക് എന്തായാലും യൂണിവേഴ്സ് നിങ്ങൾ ഏത് ചൂസ് ചെയ്താലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ന്യായമായത് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വേറെ സെക്കൻഡ് ഒരു സിനാരിയോ എനിക്ക് പറയാനുള്ളത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം. ഓക്കെ, നിങ്ങൾ 2 വ്യക്തികളുടെ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷെ മേ ബി അവരൊരു കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറായിരിക്കില്ല ഇപ്പോൾ. ഓക്കെ, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾ തമ്മിൽ മേ ബി അറ്റാച്ച്മെന്റ് ഉണ്ടാവാം, അങ്ങനെയായിരിക്കും. വേറൊരു വ്യക്തി പക്ഷെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടൊരു ഓഫർ, അതായത് മാരേജ് കമ്മിറ്റ്മെന്റ് ആ രീതിക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ചോയ്സിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, അതായിരിക്കാം നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരുന്നത്, ഞാൻ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു ചോയ്സ് ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് അതും. അപ്പോൾ ഏത് തന്നെ ആയാലും നിങ്ങളോട് പറയുന്നത് അഗൈൻ സെയിം തിങ്, നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് നിങ്ങൾ എത്തും തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ പ്ലാൻസ് ഉണ്ട്, എനിക്ക് ഇന്ന കാര്യം വേണം എന്ന രീതിയിൽ അതിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളെ യൂണിവേഴ്സ്. ഓക്കെ, സോ ടെൻഷൻ വേണ്ട. ഓക്കെ, എന്ത് തന്നെ നിങ്ങൾ തീരുമാനിച്ചാലും എല്ലാം നല്ലതിനായിരിക്കും. ഡോണ്ട് വറി. ഓക്കെ, എല്ലാം സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്.
തീരുമാനങ്ങൾ യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക കുറേയൊക്കെ. ഓക്കെ, എല്ലാം ട്രൈ ചെയ്ത് നോക്കാം, ഒരു വഴിക്ക് പോയി നോക്കുക, ശരിയായില്ല എന്ന് കണ്ട അടുത്ത വഴിക്ക് നമുക്ക് മാറിപ്പോവാം, കുഴപ്പമില്ല. പിന്നെയും ചാൻസ് ഒക്കെ വരും, അവസരം വരും പിന്നെയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അഗെയിൻ ആ കൺഫ്യൂഷൻ, ഐ തിങ്ക് ഇന്നലത്തെ കൺഫ്യൂഷൻ തീർന്നിട്ടില്ല. ഐ തിങ്ക് ഇന്നേക്കും ആ കൺഫ്യൂഷൻ തന്നെയാണ് ക്യാരി ഓവർ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. വിൽ പവർ, ലൈഫ് പർപ്പസ്, ഓക്കെ അതാണ് കാര്യം. ഫ്രീഡം ആൻഡ് കറേജ്, വിൽ പവറും കറേജും രണ്ടും വന്നിട്ടുണ്ട്. കമ്മിറ്റ്മെന്റ്, ട്രൂത്ത്. ഓക്കെ, ട്രൂത്ത് ഉണ്ട് ഇവിടെ. ഓക്കെ, ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം നിങ്ങൾക്ക്, അതായത് ഒരു ചോയ്സ് എടുക്കേണ്ട സമയം വരുമ്പോൾ അല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ, സത്യങ്ങൾ ചിലത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്തെങ്കിലും മറിഞ്ഞിരുന്ന അങ്ങനത്തെ ഒന്നുമല്ല, ലൈക്ക് നമ്മൾ റിയാലിറ്റീസ് മനസ്സിലാക്കുക എന്ന് പറയില്ലേ, ആ രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, ചില റിയാലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കും, അതാണ് കാര്യം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വിൽ പവർ ആൻഡ് കറേജ് യൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അതാണ്, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനുള്ള ധൈര്യം വെച്ച് നമ്മളൊരു എഫേർട്ട് ഇടാൻ മാക്സിമം എല്ലാ ധൈര്യവും യൂസ് ചെയ്ത്, എല്ലാ ഒരു ആത്മധൈര്യം എന്നല്ലേ പറയാൻ, അത് യൂസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബാക്കിയെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സറണ്ടറിങ് എന്നുള്ളത്. ഓക്കെ, ബട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ധൈര്യമുണ്ട്, നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയുക. അതായത് നിങ്ങൾക്ക് എന്തും സാധിക്കും എന്നുള്ളൊരു ആ ധൈര്യത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഒരു ചൂസ് ചെയ്തു, അതിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആത്മധൈര്യം അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിൽ ഓവർകം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, പേടിക്കേണ്ട. ഓക്കെ, ആൻഡ് ഇവിടെ എന്തോ നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ പോയിന്റിൽ എത്തി നിങ്ങളെ നിർത്തുന്നുണ്ടെങ്കിൽ, ആ ഒരു ചോയ്സിൻ്റെ ഒരു പോയിന്റിൽ നിങ്ങളെ നിർത്തുന്നുണ്ടെങ്കിൽ, അതെവിടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണെന്ന് പറയാം. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് എന്താ തീരുമാനിച്ചിട്ടുള്ളത് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പോയിന്റ് കൂടിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു സമയമായിട്ടുണ്ട്, നിങ്ങൾ ആ ലൈഫ് പർപ്പസിലേക്ക് എത്താനുള്ള സമയമായിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് മൈൻഡിൻ്റെ ഒരു നമ്മുടെ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, 8 ഓഫ് സോർഡ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മളുടെ മൈൻഡിൻ്റെ റെസ്ട്രിക്ഷൻസ്, നമുക്കൊന്ന് ചില സാഹചര്യങ്ങൾ നമ്മളെ തടയുന്നു എന്നൊക്കെ പറയുന്ന അതൊക്കെ നമ്മുടെ തോന്നലും മാത്രമാണ്. ഓക്കെ, എല്ലാത്തിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡിൻ്റെ ലിമിറ്റേഷൻസ്, പേടികൾ, അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വരാം. ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾ ആദ്യം ഫ്രീ ആവാം. അങ്ങനെ ഫ്രീ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഒരു സറണ്ടറിങ് വരും, എല്ലാം ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക്. ഓക്കെ, കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്മിറ്റ്മെന്റ് വരുന്ന കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് ആ രീതിക്ക് വരും. ബിക്കോസ് ഇത് 2 പ്രാവാണ്, ഒരു പിടിച്ചിട്ടാണ് പറക്കുന്നത്, കാണാവില്ല, ക്ലിയർ അല്ല. ഓക്കെ, സോ ചിലവർക്ക് ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് വരുന്ന കാര്യം കാണുന്നുണ്ട്, ചിലവർക്ക് ജോലി അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഇതൊരു സിറ്റുവേഷൻ എൻ്റെ ഒരു മൈൻഡിൽ വന്ന കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക, അതായത് പ്രാക്ടിക്കൽ സൈഡും ഇമോഷണൽ സൈഡും നിങ്ങൾ ബാലൻസിൽ വെക്കാം. അതായത് വേണ്ടവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആവണം, വേണ്ടവിടെ നമ്മൾ ഇമോഷണലും ആവണം. ഓക്കെ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കാം. ചിലവിടെ നമ്മൾ ഇമോഷണൽ ആവേണ്ട ഉണ്ടാവും. ഓക്കെ, ഇമോഷണലായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും, കാരണം അവിടെ അത് നിങ്ങളുടെ ബെനിഫിറ്റിനായിരിക്കും. ഓക്കെ, ചിലവിടെ നമ്മൾ വളരെ പ്രാക്ടിക്കലും ആവേണ്ടി വരും. സോ അതിനനുസരിച്ച് ചെയ്തു പോകും. അതാ പറഞ്ഞ കറേജിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. അതുപോലെ മൈൻഡിൻ്റെ പേടികൾ, ഇമോഷണലായിട്ട് മൈൻഡിൻ്റെ പേടികൾ നിങ്ങളെ തടയാൻ വിടരുത്. ഓക്കെ, കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കൂടി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ചിലർക്ക് ഇവിടെ ക്ലാരിറ്റി, ഒരു കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ടുണ്ട്. ഇത് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇന്നത്തെ ചെറിയ മെസ്സേജ് ഇതാണ്. ഓക്കെ, ഒരു റീഡിങ് ഇടുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു, ബട്ട് ഐ തിങ്ക് ഇത്ര ചെറിയ റീഡിങ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി സാധിക്കും. നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.